നമസ്കാരം. തെക്കൻ ഡോട്ട്സ്. ക്ഷേത്രത്തിൽ ഉടുപ്പൊക്കെ ഊരി കയറുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ ഉടുപ്പിട്ട് കയറുവാൻ സാധിക്കണം. ആചാര്യൻ എന്നെ പറഞ്ഞു, ഉടുപ്പിട്ട് കയറിക്കോളൂ, ഉടുപ്പിട്ട് കയറണം. കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ വന്നേ പറ്റുള്ളൂ. ക്ഷേത്രത്തിൽ ഈ ചെരുപ്പ് ഊരി കയറുന്നത് വലിയ പ്രയാസമാണ്. ചെരുപ്പൊക്കെ കൊണ്ടുവന്ന ഷൂ ഒക്കെയാണ്, അതൊക്കെ അഴിച്ച് കെട്ടി പിന്നെ കയറിയിട്ട് തിരിച്ചു വന്ന് വീണ്ടും അഴിച്ചിട്ടൊക്കെ യാത്ര പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ കയറുമ്പോൾ ചെരുപ്പിട്ട് കയറണം. അതെ, കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ക്ഷേത്രത്തിൽ ചെരുപ്പിടുവാൻ സാധിക്കണം. ചൂട് കൂടുകയാണ്, വല്ലാതെ ചൂട് വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ഈ വേനൽക്കാലങ്ങളിൽ ക്ഷേത്രത്തിൽ കയറുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ആചാര്യന്മാരെ മാറിയേ പറ്റൂ. ചൂട് സമയങ്ങളിൽ ഉടുപ്പും മുണ്ടും പാൻറ്റും ഒന്നുമില്ലാതെ ഒരു കൊച്ചു നിക്കറിട്ടുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ കയറണം. കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നേ പറ്റൂ. മാറണം. ഇനി അവസാനമോ ഈ നമ്മുടെ ഇവിടത്തേക്ക് ഈ കഞ്ഞിയും പയറും അതേപോലെ പായസവും അതേപോലെ തന്നെ ഗണപതി ചക്കരയും തേങ്ങയിൽ എല്ലാം ഇട്ടുള്ള ഗണപതി പ്രസാദവും ഒക്കെ ആരും കഴിക്കത്തില്ല. കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം. ഇവിടെ മുഴുവൻ അറബി ഫുഡുകളാണ്. ചിക്കൻ 65, മന്തി, അതേപോലെ തന്നെ ബർഗർ, ഷവർമ്മ, ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. കാലാനുസൃതമായ മാറ്റം ഉണ്ടാകണം. തീർച്ചയായും ആചാര്യന്മാർ പറയും, തീർച്ചയായും മാറ്റം ഉണ്ടാകണം. നമുക്കിനി മുതൽ ക്ഷേത്രത്തിനുള്ളിൽ നേദ്യങ്ങളായി ചിക്കൻ 65ഉം ബർഗറും ഷവർമായും അതേപോലെ അൽഫാമും ഒക്കെ ഉണ്ടാകണം. നൂഡിൽസ്, രാവിലെയും വൈകിട്ടും നൂഡിൽസ് നമുക്ക് നേദിക്കണം. ഇതാണ് ഇപ്പോഴത്തെ ആചാര്യന്മാരുടെ അവസ്ഥ. കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നേ പറ്റൂ, വരണം. നോക്കൂ, ക്ഷേത്ര ആചാരങ്ങളെ സംബന്ധിച്ച തന്ത്രസമുച്ചയത്തിൽ ഉൾപ്പെടെ യാതൊരു ഗ്രന്ഥങ്ങളിലും ക്ഷേത്രത്തിനകത്ത് ഷർട്ടിട്ട് വേണമെന്നോ ഷർട്ടിടാതെ വേണമെന്നോ കയറേണ്ടതെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇതാണ് സത്യം. ആചാരങ്ങൾ അത് നമ്മുടെ പാരമ്പര്യമാണ്. നമ്മുടെ ഹൈന്ദവ മതത്തെ, ഹിന്ദു മതത്തെ ഒരു സെക്യുലറിസ്റ്റ് സങ്കുചിത മതമാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ ചില ചിന്തകന്മാരും അതേപോലെ തന്നെ ചില പ്രസ്ഥാനങ്ങളുമാണ് ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് പുറകിലെങ്കിൽ ഒരു വശത്ത് ഇതിനെയൊക്കെ നശിപ്പിക്കണം, ഈ സംസ്കാരത്തെ നശിപ്പിക്കണം. ഹിന്ദുമതം ഒരു സംസ്കാരമാണ്. സംസ്കാരം എന്ന് പറയുന്നത് വൈദ്യങ്ങളുടെ സമ്മേളനമാണ്. അങ്ങനെയാകാൻ പാടില്ല. ഒറ്റ ചിന്ത, ഒരു പുസ്തകം, ഒരേ ആചരണങ്ങൾ, ആ രീതിയിലേക്ക് മാറ്റണം. അതിനുവേണ്ടിയാണ് കുറേ പേർ ശ്രമിക്കുന്നതെങ്കിൽ ഒരു വശത്ത് ഇതിനെയൊക്കെ നശിപ്പിക്കണമെന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. ഇവരുടെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണ പാരമ്പര്യ വിശ്വാസികളുമാണ്. ഒരു ക്ഷേത്ര തന്ത്ര സമുച്ചയങ്ങളിലും ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല ഉടുപ്പിട്ട് കയറണമെന്നോ ഉടുപ്പിടാതെ കയറണമെന്നോ. ആചാരങ്ങൾ അത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് സ്ഥായിയായുള്ളവ, രണ്ട് സഞ്ചാരിയായിട്ടുള്ളവ. സ്ഥായിയായുള്ളവ എന്ന് പറഞ്ഞാൽ ദേശകാലങ്ങൾക്കനുസരിച്ച് യാതൊരു മാറ്റവും വരാത്ത പാരമ്പര്യ ആചാരങ്ങളെയാണ് ഈ സ്ഥായിയായ ആചാരങ്ങൾ എന്ന് പറയുന്നത്. ആ നിയമങ്ങൾ ഏത് ദേശത്തും ഏത് കാലത്തും ഒരുപോലെയാണ്. ഇനി സഞ്ചാരിയായ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ദേശകാലത്തിനനുസരിച്ച് മാറുന്നവ. ഉദാഹരണത്തിന് ഹിമാലയത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ പൂജ നടത്തുന്ന ആളും ക്ഷേത്രത്തിൻ്റെ വിശ്വാസികളും എല്ലാം അവിടെ ചെല്ലുന്നതും ചെയ്യുന്നതും എല്ലാം നമ്മുടെ നല്ല കോട്ടിട്ടുകൊണ്ടാണ് തണുപ്പിനെ പ്രതിരോധിക്കുന്നത്. ആ ദേശത്തെ ആ ഒരു കാലാവസ്ഥയ്ക്കനുസരിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. തിരിച്ചിങ്ങോട്ട് താഴേക്ക് സമതലങ്ങളിലേക്ക് വരുമ്പോൾ കേദാർനാഥിലെയും അതേപോലെ ബദ്രിനാഥിലെയൊക്കെ അവിടുത്തെ പൂജകളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ നോക്കിയാലും അവിടെ ചെയ്യുന്ന ആ പൂജാരിമാരെയൊക്കെ നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. സമതലങ്ങളിലേക്ക് വന്നാൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ ചൂട് കൂടിയ സ്ഥലങ്ങളിൽ നമ്മൾ പണ്ട് കാലത്ത് 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉടുപ്പെന്ന് പറയുന്ന ആ കളസമൊക്കെ വന്നിട്ട് കുന്ത്രാണ്ടമൊക്കെ വന്നിട്ട് വെറും 100 വർഷമൊക്കെ ആയുള്ളൂ. അതിന് മുമ്പുള്ള കാലത്ത് ഒരു ഒറ്റ തോർത്തെടുത്ത് ചിലപ്പോൾ ഒരു തോർത്ത് പുതച്ചുകൊണ്ടൊക്കെയാണ് ക്ഷേത്രത്തിൽ ആളുകൾ ആരാധനയ്ക്കായി ചെന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഉടുപ്പുകൾ വന്നു, ഷർട്ടുകൾ വന്നു, കളസങ്ങൾ വന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആ വാക്ക് പ്രത്യേകമായി പറയണം, ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ഉടുപ്പൂരി വെച്ചു. ഇത് മാറ്റിയാൽ എന്താ കുഴപ്പം? ഇപ്പോൾ ഈ ആചാര്യന്മാരുടെ വാചകങ്ങളനുസരിച്ച് മാറുന്നതിനനുസരിച്ച്, സമയം മാറുന്നതിനനുസരിച്ച് ഇതിനൊക്കെ പരിഷ്കരണം ഉണ്ടായി നമ്മൾ ഈ ഷർട്ടിട്ട് കയറിയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞതുപോലെ നാളെ വീണ്ടും ഇതേപോലുള്ള തോന്നിയവാസങ്ങൾക്ക് നമ്മൾ കുട പിടിക്കേണ്ടതായി വരും. നമ്മുടെ പാരമ്പര്യത്തെ നിഷേധിക്കുന്ന അവസ്ഥകളിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തെ തൊട്ട് കളിച്ചുകൊണ്ടുള്ള ഒരു പരിഷ്കരണത്തിനും യാതൊരു സന്യാസി വര്യന്മാരുടെയും വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഇന്ന ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് എങ്ങനെയാണോ ആ ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തേണ്ടത് ആ രീതിയിൽ ദർശനം നടത്തിയാൽ മതി. അല്ലാത്തവർക്ക് അല്ലാത്ത സ്ഥലത്ത് പോകാം. ഷർട്ടിട്ട് കയറുന്ന സ്ഥലങ്ങളുണ്ടല്ലോ.
പാൻറ്റിട്ട് കയറാവുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. നിങ്ങൾ ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന പാരമ്പര്യത്തെ തച്ചുടച്ചുകൊണ്ട് ഇന്ന രീതിയിൽ തന്നെ കയറണം എന്ന് ശഠിക്കുന്നത് അത് പാരമ്പര്യത്തെ ഇല്ലാതാക്കുവാനുള്ള കുൽസിതമായ ചിന്തകളും പ്രവൃത്തികളുമാണ് എന്നുള്ളതാണ് കൃത്യമായ സംഗതി. ഇതേപോലെ തന്നെ ചില ക്ഷേത്രങ്ങളിൽ അന്യമതസ്ഥർ കയറുവാൻ പാടില്ല. ഇതിനെ വിമർശിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ വിവാദങ്ങൾ ഓരോരുത്തർ ഇളക്കി വിടാറുണ്ട്. പണ്ട് കാലത്ത് അന്യമതസ്ഥർ ആക്രമകാരികൾ എന്തിനായിരുന്നു ക്ഷേത്രത്തിൽ കയറിയിരുന്നത്? ആ ക്ഷേത്രത്തെ ഇല്ലായ്മ ചെയ്യാനും നശിപ്പിക്കുവാനും ആക്രമിക്കുവാനും അതേപോലെ തന്നെ അവിടുത്തെ ആചാരങ്ങളെ വികലമാക്കുവാനും ഇല്ലാതെയാക്കുവാനും മോഷ്ടിക്കുന്നതിനും കൊള്ളയടിക്കുന്നതിനും ഒക്കെയാണ് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും. അതിനെ പിന്തുടർന്ന് അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ ചിന്തയുള്ളവർ കയറരുത് എന്ന് കൃത്യമായി പറയുവാൻ വേണ്ടിയാണ് അന്യമതസ്ഥർ കയറരുത്. വിശ്വാസികൾക്ക് കയറാം, അതേപോലെ തന്നെ അവിശ്വാസികൾക്കും ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്നെഴുതി വെച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അവിശ്വാസികൾ ക്ഷേത്രത്തിൽ കയറിയാൽ എന്താ കുഴപ്പം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ക്ഷേത്ര ഭരണത്തിൽ, അതേപോലെ ദേവസ്വം ബോർഡിൽ, അതേപോലെ നമ്മുടെ രാജ്യഭരണത്തിൽ, നമ്മുടെ പല സംസ്ഥാനങ്ങളുടെയും ഭരണത്തിൽ വന്നതിൻ്റെ ആ ഗതികേടും ഉപദ്രവങ്ങളും ഒക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ വിചാരിക്കുക, നമ്മൾ മനസ്സിലാക്കുക, ഈ ഓരോ സന്യാസി വര്യന്മാരും അവർക്ക് ഇപ്പോഴത്തെ കാലത്ത് അവർ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ ചില സന്യാസിമാരുടെ ഗതികേടെന്ന് പറയുന്ന ഒരു പ്രത്യേക സമുദായത്തിൻ്റെ മാത്രം സന്യാസിമാരായിപ്പോയി, അല്ലെങ്കിൽ അവരെ അങ്ങനെ ആക്കിക്കളഞ്ഞു. അവരെയൊക്കെ ചാരി നിൽക്കേണ്ട ഒരു അവസ്ഥ ഈ ആചാര്യന്മാർക്ക് ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ചെന്ന് ചാടുകയും അതോടൊപ്പം തന്നെ ആ വിവാദങ്ങളെ തങ്ങളുടെ സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ ഭരണമോഹങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ കുത്തിത്തിരിപ്പിൻ്റെ പല മേഖലകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ജനങ്ങളെ നയിക്കുന്നു എന്ന് വിചാരിക്കുന്ന ചില രാഷ്ട്രീയക്കാരുടെ ആ തന്ത്രങ്ങളിൽ വീണു പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പാവം നമ്മളെപ്പോലെയുള്ള സനാതനധർമ്മ വിശ്വാസികൾ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ കയറേണ്ട രീതിയിൽ കയറുക. ക്ഷേത്രത്തിൽ ഷർട്ടിടാതെ തന്നെ കയറുവാൻ സാധിക്കുന്നവർക്ക് ഷർട്ടിടാതെ തന്നെ ആ ക്ഷേത്രങ്ങളിൽ കയറുക. അല്ലാത്തവർക്ക് ഷർട്ടിട്ട് കയറാൻ പറ്റുന്ന ക്ഷേത്രങ്ങളിൽ പോയി കയറുക. അല്ലാതെ ഒരു സംഘടനയെയും ഒരു ആചാര്യനെയും നമ്മളെ പാരമ്പര്യത്തെ മാറ്റിക്കളയുവാൻ ഉള്ള അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക, ശക്തമായി എതിർക്കുക.